ബി.ജെ.പിയുടെ മാസ്റ്റർ പ്ലാനായ പൗരത്വ ഭേദഗതി നിയമത്തെയും കാർഷിക നിയമത്തെയും തച്ചു തകർത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭ മോദി സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും കാർഷിക നിയമത്തിനെതിരെയും ശക്തമായ വിമർശനമാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ മിഷേൽ ബാച്ച്ലെറ്റ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ പൗരന്റെ മൗലികാവകാശത്തെ പോലും ഹനിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാനാവില്ലെന്നും ഇതൊന്നും കണ്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് മിണ്ടാതിരിക്കാനാവില്ലെന്നും ഐക്യരാഷ്ട്രസഭ ഇന്ന് വ്യക്തമാക്കി. പ്രധാനമായും കർഷക നിയമത്തിനെതിരെ മോദി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് ഐക്യരാഷ്ട്രസഭ ശബ്ദമുയർത്തിയത്. കർഷക പ്രതിഷേധത്തിൽ പ്രതികരണം നടത്തിയ മാധ്യമ പ്രവർത്തകർക്കും ആക്ടിവിസ്റ്റുകൾക്കുമെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയ കേന്ദ്രത്തിന്റെ നടപടി ചൂണ്ടിക്കാട്ടിയായിരുന്നു UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ മിഷേൽ ബാച്ച്ലെറ്റ് വിമർശനം നടത്തിയത്. അടിസ്ഥാനമായ മനുഷ്യാവകാശ തത്വങ്ങളെ അസ്വസ്ഥമാക്കുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുന്നതിനുള്ള ഇത്തരം ശ്രമങ്ങളെന്നും മിഷേൽ ബാച്ച്ലെറ്റ് തുറന്നു പറഞ്ഞു. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരോട് അങ്ങേയറ്റം ബഹുമാനം കാണിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ UN മനുഷ്യാവകാശ കൗൺസിലിൽ അവകാശപ്പെട്ടത്. കർഷകരുമായി നിരന്തരം ചർച്ചയിൽ ഏർപ്പെടുന്നുണ്ടെന്നും കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട കർഷകരുടെ ആശങ്കകൾക്ക് സർക്കാർ ചെവി കൊടുത്തിട്ടുണ്ടെന്നും ഇന്ത്യ അവകാശപ്പെട്ടിരുന്നു. 2024 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനാണ് ഇന്ത്യൻ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും 3 കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില കണ്ടെത്താനും കർഷകരുടെ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അവകാശപ്പെട്ടു. എന്നാൽ ഈ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് മോദി സർക്കാരിനെതിരെ മിഷേൽ ബാച്ച്ലെറ്റ് ശക്തമായ വിമർശനം നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ കർഷക നിയമത്തെ തുടർന്നും പൗരത്വ ഭേദഗതി നിയമത്തെ തുടർന്നും ഇന്ത്യ നാണം കെട്ട ദിവസമായിരുന്നു ഇന്ന്. അത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് മിഷേൽ ബാച്ച്ലെറ്റ് ഇന്ന് ഇന്ത്യക്കെതിരെയും മോദി സർക്കാരിനെതിരെയും ഉയർത്തിയത്. നേരത്തെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ മോദി സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും ശബ്ദമുയർന്നിരുന്നു. കാർഷിക നിയമത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പോപ്പ് ഗായിക റിഹാനയും ലോക പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രെറ്റ തൻബർഗുമൊക്കെ ട്വീറ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വലിയ ചർച്ചയാണ് കാർഷിക നിയമത്തെ പറ്റി അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നത്. അന്താരാഷ്ട്ര തലത്തിൽ മോദി സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയും നൽകിയിരുന്നു. നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ശബ്ദമുയർന്നിരുന്നു. അന്നും പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് മോദി സർക്കാർ തന്നെയാണ്. അമേരിക്കയിൽ ജോ ബൈഡന്റെ ടീമിലുണ്ടായിരുന്ന നീര ടാൻഡൻ അടക്കമുള്ളവർ അന്ന് മോദി സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഡൽഹിയിലെ മുസ്ലിം വിരുദ്ധ കലാപത്തോടനുബന്ധിച്ചാണ് നീര ടാൻഡൻ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയും മോദി സർക്കാരിന്റെ ഈ കരിനിയമത്തിനെതിരെയും രംഗത്ത് വന്നത്. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ മോദി സർക്കാരിന്റെ കരിനിയമങ്ങളായ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും കർഷക നിയമത്തിനെതിരെയും വലിയ ശബ്ദമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നാണം കെടുത്തുന്നതാണ്. അതേപോലെ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി നൽകുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.